നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫ കുന്നത്താണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പുതുനഗരം, കൊല്ലങ്കോട്, താമരപ്പാടം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്കെല്ലാം ആയിരുന്നു. പതിറ്റാണ്ടുകളുടെ രുചിക്കൂട്ടുകളുടെ രഹസ്യം കാണിച്ചു തരാമെന്ന അൻവർ ഷിഹാബ് മാസ്റ്ററുടെ അവകാശം ശരിവെക്കുന്നതായിരുന്നു പുതുനഗരത്തിലെ റാവുത്തർ ബിരിയാണി. ആയുർവേദ രുചിക്കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ റാവുത്തർ ബിരിയാണിയും കഴിച്ച് കൊല്ലങ്കോട്ടേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ അറിവ്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാകാമെന്നാണ് ബഹുമാനപ്പെട്ട ജമിനി മാഡം എന്നോട് പറഞ്ഞത്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കണേ എന്ന അഭ്യർത്ഥനയോടെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. പ്രകൃതി ഭംഗിയും തനതായ ഗ്രാമീണ സൗന്ദര്യവും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് കൊല്ലങ്കോട്. പച്ചപ്പരവതാനി പോലെ ആരെയും മാടി വിളിച്ച് മടിയിൽ കിടത്തി താരാട്ടുപാടി ഉറക്കുന്ന വയലേലുകളും ഇളം മന്ദമാരുതനും പഴയകാലത്തെ ചുമർ ചിത്രം പോലെയുള്ള ചില ചായപ്പീടികകളും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ചുറ്റും ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാണുമ്പോൾ ഭൂമിയുടെ ഒരറ്റത്താണോ എത്തിയത് എന്ന് തോന്നിപ്പോകാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ചാരികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന മുതലാളിമാരാണ് ഇന്ന് അവിടം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. താമരപ്പാടം എന്ന് പേരിട്ട വയലിൽ നാട്ടി നിർത്തിയ ഇരിപ്പിടങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റുകളും ഒരുക്കിയ പാടവരമ്പിലൂടെ നടക്കാൻ 40 രൂപ ഒരാൾക്ക് ചാർജ് വാങ്ങുന്നുണ്ട്. വാഹന പാർക്കിങ്ങെങ്കിലും സൗജന്യമാക്കണ്ടേ? അതിനും വേണം അത്ര തന്നെ രൂപ വേറെ. കൂറ്റൻ പാറക്കെട്ടുകൾ കൊണ്ട് ഭയപ്പെടുത്തുന്ന നെല്ലിയാമ്പതി മലനിരകളും അതിൽ നിന്നൊഴുകി വീഴുന്ന തെളിനീരലകളും മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയുണ്ടാക്കുന്നു. സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഹുങ്കാര ശബ്ദം കൊണ്ട് പേടിപ്പിക്കുമെങ്കിലും തെളിനീരൊഴുക്കിന്റെ സാന്ദ്രഭാവം കൊണ്ട് നമ്മെ തഴുകി തലോടുന്നതായി അനുഭവപ്പെടും. തണുത്ത ശുദ്ധജലത്തിലൊന്ന് മുങ്ങി നിവർന്നാൽ ശരീരവും മനസ്സും പുത്തനുണർവിന്റെ ഒരു പുതുലോകം രചിക്കും. എന്നാൽ അവിടേക്ക് പ്രവേശിക്കണമെങ്കിലും വേണം 30 രൂപ. അവിടെ പാർക്കിങ്ങിന് 50 രൂപയാണ് ഞങ്ങളിൽ നിന്ന് ഈടാക്കിയത്. ഒരു മിനിമം മര്യാദയില്ലാതെ കഴുത്തറുപ്പൻ ടിക്കറ്റുകളുമായി പ്രകൃതിയുടെ വരദാനങ്ങളെ തൂക്കി വിൽക്കാൻ ശ്രമിക്കുന്ന, സഞ്ചാരികളെ പിഴിഞ്ഞൂറ്റിയെടുക്കാൻ പാട്ടക്കരാർ എഴുതി കാത്തിരിക്കുന്ന കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടേണ്ടതുണ്ട് എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.